ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോലിയില്ലാത്തൊരു ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് ജോലിക്ക് പോകുന്ന ഒരു ദിവസത്തെ മോർണിംഗ് വ്ലോഗായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമൻസുകൾ നല്ല നല്ല കമൻസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ജോലിക്ക് പോകണ്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. ഹസ്ബൻഡ് മുറ്റത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. മക്കളാണെങ്കിൽ ഇന്ന് വിളിക്കാതെ തന്നെ നേരത്തെ എഴുന്നേറ്റ് പത്രവും പാലും ഒക്കെ എടുത്തുകൊണ്ട് വരാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ, നമുക്ക് ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ട എന്നൊക്കെയുള്ള ദിവസമാണെങ്കിൽ എഴുന്നേൽക്കാനൊന്നും ഒരു മടിയില്ല. വളരെ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അല്ലേ. അത് പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞാനായാലും കുറച്ചധികം നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മളറിയാതെ ആ സമയത്ത് അങ്ങോട്ട് എഴുന്നേറ്റ് പോവും. അപ്പോൾ വന്നപ്പോൾ നോക്കിയപ്പം കിച്ചണിൽ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വർക്കിംഗ് കിച്ചണിലാണ് കേട്ടോ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് ഒന്ന് നന്നായി കഴുകി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് ഈസി ലഞ്ച് സെറ്റ് ചെയ്തിട്ട് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. കാരണം നമുക്ക് അവധി ദിവസം മാത്രം ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അവധിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മാവ് അരച്ചത് ഇരിപ്പുണ്ട്. സാധാരണ വീക്കെൻഡിൽ ഞാൻ ദോശയ്ക്കും അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു 1 വീക്കിനുള്ള മാവ് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും തോന്നും നിങ്ങൾക്കത് പുളിച്ചു പോകുമോ, വല്ലാതെ പുളി കൂടുമോ. അങ്ങനെ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുവരെ എനിക്കങ്ങനെ പുളിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ അവസാനത്തെ മാവ് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ ജോലി ഒരു പകുതി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒത്തിരി പതുക്കെ സാവധാനം ചെയ്താൽ മതിയല്ലോ. നമ്മൾ ജോലിക്കൊക്കെ പോണ സമയത്ത് രാവിലെയുള്ള ജോലിയും പിന്നെ ജോലിക്ക് പോകുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ടയർഡായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ദോശയും സാമ്പാറും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ചട്നിയും അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചട്നിയും കൂടെ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചട്നി. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാം, എരിവ് ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സൂത്രങ്ങൾ അതൊക്കെ തന്നെയുള്ളൂ. അതിനുവേണ്ടി ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും, ഒരു തണ്ട് കറിവേപ്പിലയും, ഒരല്പം ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ ചെറിയ ആൾക്ക് മുളകിട്ട് കഴിഞ്ഞാൽ ആ ഒരു പേരും പറഞ്ഞ് കഴിക്കാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിടാതെയാണ് ഒരല്പം ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലിപ്പം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ താളിക്കുന്ന വറ്റൽമുളകിന് നല്ല എരിവാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളക് അത് ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല എരിവൊക്കെ കിട്ടും. അപ്പോൾ ചെറിയ ആൾക്ക് ആ വറ്റൽമുളകില്ലാതെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി. നമുക്കാണെങ്കിൽ അതോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയി പോയിക്കോളും. അപ്പോൾ ചൂടോടുകൂടിയാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ ദോശ കഴിക്കാൻ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. ഇവിടെ അങ്ങനെയാണ്, പൊതുവേ അതിഷ്ടമാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം മതി, നേരത്തെ കൂട്ടി ചുട്ട് വെച്ച് ബാക്കിയാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതോടുകൂടിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇന്ന് ഈ ഒരു വ്ളോഗ് എടുക്കണം എന്നൊന്നും നേരത്തെ കൂട്ടി വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സാധാരണ വീട്ടിലെന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മോർണിംഗിൽ എഴുന്നേറ്റ് ചായ കുടിക്കുന്നത് മുതലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദോശയും സാമ്പാറും ചട്നിയൊക്കെ റെഡിയായി. ഇങ്ങനെ ജോലിയില്ലാത്ത ദിവസം അല്ലെങ്കിൽ നമുക്ക് വീണ് കിട്ടുന്ന ഇങ്ങനത്തെയുള്ള അവസരങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. എനിക്കത് നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും.
അപ്പോൾ മക്കളും ഹസ്ബൻഡും നമ്മളും ഒക്കെ ആയി വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം സംസാരിക്കുക. അതൊക്കെ നമുക്ക് ഒരിക്കലും ഡെയിലി റുട്ടീനിൽ നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസമൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം എപ്പോഴും അങ്ങോട്ട് ഓടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അത് എത്ര വെൽ പ്ലാൻഡ് ആണെങ്കിലും കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഏജ് ആയവരൊക്കെ ഉള്ള വീടുകളിലും ഇതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവണമെന്നില്ല. പക്ഷെ നമുക്കിങ്ങനെ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരിക്കുക, കുറച്ച് നേരം സംസാരിക്കുക. പ്രധാനമായും ഈ സമയങ്ങളിൽ നമ്മുടെ അടുത്തുനിന്ന് മൊബൈൽ മാറ്റി വെച്ചിരിക്കുക. ഫാമിലി ടൈം എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ മാറ്റി വയ്ക്കുന്നത് നമുക്ക് ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മക്കൾക്കായാലും ഒത്തിരി സന്തോഷമായിരിക്കും. കാരണം അവർ പറയുന്ന എല്ലാം നമുക്ക് കേൾക്കാൻ തോന്നും. അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായൊരു ലോകത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കും അങ്ങനെയാണ് അവരും കുറേ കാലങ്ങളും കഴിയുമ്പോൾ നമ്മളോടൊന്നും പറയാതെ മാറി മാറി പോകുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പം ഇന്ന് കുറച്ച് വെയിലുണ്ട്, എന്നാൽ ഇടയ്ക്ക് കാലാവസ്ഥയ്ക്കൊരു മങ്ങലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം നമുക്കിങ്ങനെ രണ്ടുപേർക്ക് ഒരുമിച്ച് അവധി കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാര്യമായിട്ട് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. ക്ലീനിങ്ങും അതുപോലെ തന്നെ തുടയ്ക്കലും അതൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് ഇല്ല. കാരണം നമ്മൾ എപ്പോഴും അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച അരി ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് കൂടെ പോയി. കാരണം കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. എനിക്കിഷ്ടം അങ്ങനെ മീൻ വാങ്ങുന്നത്, കൂടെ പോയി വാങ്ങാനൊക്കെ ഇഷ്ടമായത് കൊണ്ടൊന്ന് കൂടെ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അയല, നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉച്ചത്തേക്ക് ലഞ്ച് വളരെ സിമ്പിളാക്കട്ടെ എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ലെമൺ റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. ലെമൺ റൈസ് ആവുമ്പോൾ കുറച്ച് കടല റോസ്റ്റ് ചെയ്തതിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സാലഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലെമൺ റൈസ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾക്കാണെങ്കിൽ ചോറുണ്ട്, അതുപോലെ സാമ്പാറുണ്ട്. ഇനിയൊരു പപ്പടവും അച്ചാറൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോറ് കഴിക്കേണ്ടവർക്ക് ചോറുമാക്കാം. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ച സെറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ലെമൺ റൈസ് നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ അറിയാമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസിപ്പി വലിയ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്തായി പോവും, നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിനി റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഒരു ചോറ് ഒന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെമൺ റൈസ് നമുക്കിങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിരിക്കും തോറും ടേസ്റ്റ് കൂടും ലെമൺ റൈസെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്ലാനിങ്ങിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഉച്ചത്തെ ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം പിന്നെ ഇതിൻ്റെ കാര്യങ്ങളും പിന്നാലെയൊക്കെ പോയി. അതായത് കുറച്ച് അരി പൊടിപ്പിക്കുക, ഗോതമ്പ് പൊടിപ്പിക്കുക, അതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. അപ്പം ഞാൻ പുഴുക്കലരിയില്ലേ, പുഴുക്കലരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കണ അരി, ആ ചോറ് വെക്കണ അരി, റേഷൻ്റെ അരി ഒരു 3 കിലോ നന്നായി കഴുകി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 3 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 കിലോ ഗോതമ്പും. കണക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാം 3 കിലോ വെച്ചിട്ട് റെഡിയാക്കിയത്. അപ്പോൾ ഗോതമ്പ് കഴുകി വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴുക്കലരി ഞാൻ പൊടിപ്പിക്കാൻ കൊടുക്കുന്നത് പുട്ടിൻ്റെ പാകത്തിന് പൊടിച്ചെടുത്തിട്ട് വറുത്ത് കൊണ്ടുവരാനാണ് കേട്ടോ. അതുപോലെ പച്ചരിപ്പൊടി, അരിപ്പൊടി റെഡിയാക്കി വെക്കാനും. അപ്പോൾ പൊടിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ആ സമയം നമ്മുടെ ടെറസിലെ ചെറിയൊരു കിച്ചൺ ഗാർഡൻ എന്നൊക്കെ പറയില്ല, അടുക്കളത്തോട്ടം ടെറസിൽ, അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. വല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നന്നായി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു 4 ചാക്കിൽ വെണ്ട നട്ടിട്ടുണ്ട്, അതുപോലെ ചീര നട്ടിട്ടുണ്ട്. ഈ ചീര കുറച്ച് തിക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് നടാനൊക്കെ ഉള്ളതാണ്. കുറേശ്ശൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് വെണ്ടക്കായ പാകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയും ഒന്ന് മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറച്ച് പ്ലാൻ ഉണ്ട്. നാളെ രാവിലെ
നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ചീര തോരൻ വെക്കണം. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് വേറെ കറികളൊക്കെ മിക്സ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. വേറൊന്നുമല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അല്ലേ സ്ഥിരം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതൊക്കെ കഴിക്കുമ്പോൾ, ഈ ഓർഗാനിക് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വേറൊന്നും വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാവുന്നത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോഴും അത് കുക്ക് ചെയ്യുമ്പോഴും മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഒറ്റ വിചാരമേ ഉള്ളൂ, നാളെ ഇവരും ഇതൊക്കെ ചെയ്യുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്ഥലം, നമുക്ക് ചുറ്റും ഉള്ള സ്ഥലം നിങ്ങൾ നമ്മുടെ ഇനി മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഗ്രോ ബാഗുകൾ കിട്ടുന്ന സമയത്ത് വളവും ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി കിട്ടിയപ്പോൾ പിന്നെ നമ്മളതിനകത്ത് ചീരയും വെണ്ടയും നടാനാണ് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് ചീരത്തൈ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പോൾ താഴെ നമ്മൾ ഹസ്ബൻഡ് അതിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് തൈ പറിച്ച് അവിടെ ഒന്ന് നടാം എന്നൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുഴുക്കലരി വെള്ളത്തിലിട്ട് പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ചെടുക്കുന്നു എന്ന്. അത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ മില്ലൊന്നും അടുത്തില്ലാത്തവരാണെങ്കിൽ ഈ റേഷനരി അല്ലെങ്കിൽ ഈ പുഴുക്കലരി വെള്ളത്തിൽ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സോ മിക്സിയിൽ ഒരു തരിതരിയോട് കൂടി പൊടിച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു പാത്രത്തിൽ നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി വറുക്കില്ലേ, ചെറിയൊരു മണം വരുന്ന പോലെ, ആ രീതിയിൽ നമുക്കതൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ നനച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടും. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങില്ലേ ഈ പുട്ടുപൊടി പാക്കറ്റിൽ, അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് അടിപൊളി പുട്ട് കിട്ടും കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ താഴെ മുറ്റത്ത് വന്ന് താഴെ നിന്നും കുറച്ച് ചീരയൊക്കെ പറിച്ചെടുത്തു. ഒപ്പം 2-3 വഴുതനങ്ങ പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ചെടുത്തു. അപ്പോൾ ഈ വഴുതനങ്ങ നമുക്ക് ഈ മീൻ വറുക്കണ പോലെ കഷ്ണാക്കിയിട്ട് വറുത്തെടുക്കാൻ പറ്റും. അപ്പം നാളത്തെ റെസിപ്പീസിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അതായത് വെണ്ടയ്ക്ക കറി, ചീരത്തോരൻ, വഴുതനങ്ങ നമ്മൾ മീൻ ഫ്രൈ ചെയ്യില്ലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നല്ലൊരു വെജിറ്റബിൾ ലഞ്ച് ഒക്കെ റെഡിയാക്കാം. ആ സമയത്തേക്ക് ഹസ്ബൻഡ് പൊടി, അതായത് മില്ലിൽ നിന്ന് നമ്മുടെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് ഞാനിങ്ങനെ പേപ്പറിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ തണുത്ത് വരട്ടെ. ആ സമയത്ത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, നേരത്തെ മീൻ വാങ്ങാൻ പോയ സമയത്ത് കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ മരച്ചീനി, കൊള്ളി അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ. തൃശ്ശൂർ കൊള്ളി എന്നാണ് പറയാം. പക്ഷെ ഞാൻ ഈ കൂടുതലും കപ്പ എന്ന് പറഞ്ഞ് ശീലിച്ച കാരണം പറഞ്ഞു പോയതാണ് കേട്ടോ. അതിങ്ങനെ വണ്ടിയിൽ കുറേ എന്താ പറയുക 4 കിലോ 100 അല്ലെങ്കിൽ 4 കിലോ 150 അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ കപ്പ വാങ്ങിച്ചിരിക്കണേ. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ഫ്രഷായിട്ട് കിട്ടിയ മീനല്ലേ, അപ്പോൾ അത് മീൻ കൊണ്ട് ഒരു മീൻ വറ്റിച്ച് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ആണ് പരിപാടികൾ. കാരണം സാധാരണ നമ്മളിങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ മീനൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഒഴിവുള്ള സമയത്തൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പം നേരെ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അതിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തൊന്ന് വഴറ്റാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി എരിവ് കുറവ് മതി, കളറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് സാധാരണ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി ചേർത്താലും മതി. ഇനി മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളയ്ക്കുന്ന സമയത്തേക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട പാകത്തിനുള്ള പുളിയാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി വെക്കുന്നത്. കുടപ്പുളിയില്ലേ, അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി കപ്പയിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില,
ഇനി 2-3 അല്ലി വെളുത്തുള്ളി, ഒരല്ലി ചുവന്നുള്ളി, ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ആണ് മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് ഒതുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് ഒന്ന് അരച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പേസ്റ്റ് പോലെ വേണ്ട കേട്ടോ, ഒന്ന് ഒതുക്കിയെടുക്കുക. കല്ലുമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇത് കല്ലുമ്മ ഒതുക്കിയെടുത്ത് ഞാൻ കണ്ടിരിക്കണേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചാറ് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വറ്റി വന്നാൽ മതി. അതോടുകൂടി നമ്മുടെ മീൻ വറ്റിച്ചത് അവിടെ റെഡിയാവും. കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കപ്പയുടെ വേവ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കണം. നിങ്ങൾ വിചാരിക്കുന്ന രാവിലെ മുതൽ തുടങ്ങിയ പണിയല്ലേ ഇത് തന്നെയുള്ളൊരു പണി എന്നല്ലേ? ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. അമ്മയ്ക്കൊക്കെ കപ്പയും മീൻകറിയൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് മാത്രമല്ല ഹസ്ബൻഡിന് ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കപ്പ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക, എല്ലാവർക്കും ഒരുമിച്ചിരുന്നത് കഴിക്കുക, അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മളിതിനൊരു പണിയായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പം ജോലിക്ക് പോണ ദിവസങ്ങളിലൊന്നും നമ്മൾ ഈ വിചാരിച്ച പോലെ ഇതെല്ലാം അതൊന്നും ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. അപ്പോൾ ഈവനിങ്ങിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു നല്ലതല്ലേ? ഞാനങ്ങനെ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്, അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി കേട്ടോ. അപ്പോൾ കപ്പ അവിടെ റെഡിയാണ്. തൊട്ടപ്പുറത്ത് മീൻ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ, അതായത് ഗ്രേസ് ടൈം ഫാമിലിയുടെ ഒരു മെമ്പർ സുഗന്ധ രാജൻ നായർ, അങ്ങനെയാണ് കേട്ടോ ID നെയിം. നമുക്ക് എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോൾ ഒരുവിധം ഒരു 3-4 വീഡിയോ എങ്കിലും കണ്ടിട്ട് അതിന് കമൻ്റ് ഇടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അത് എനിക്ക് എന്നെയല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രായം കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നു ഒരു ചേച്ചി ആയിരിക്കും എന്നാണ് കമൻ്റൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചേച്ചി സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ ഒരു പ്രേരണയാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കപ്പയും മീനും ഒക്കെ സെറ്റായി ഞാനൊന്ന് കുളിച്ച് വന്നു. ഞങ്ങളെല്ലാവരും ഇരുന്ന് നമ്മുടെ കപ്പയും മീനും ഒക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുമിച്ചിരുന്നുള്ളൊരു ഭക്ഷണത്തിൽ തുടങ്ങി വീണ്ടും ഒരുമിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കുന്നതിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാത്തതുണ്ട്. അതായത് നമ്മൾ അടിച്ചു വാരൽ, തുടയ്ക്കൽ, അതുപോലെ തന്നെ അലക്കൽ, മടക്കി വെക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ 1 by 1 ആയിട്ട് കാണിച്ചിരുന്നാൽ നിങ്ങൾക്കും ഒരുപാട് സമയം പോവും. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ദിവസം ഭംഗിയായി കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. പകരം മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ഇനി എന്നാണ് മറ്റൊരവധി എന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ വക കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്കിതുപോലെ ഒന്ന് വീണ് കിട്ടിയ അവധിയാണ്. ബുധനാഴ്ച പബ്ലിക് ഹോളിഡേ ആയിരുന്നല്ലോ, അന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് നിങ്ങളിത് കാണുക സാറ്റർഡേ ആണ്, എന്നാലും ഞാൻ അന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ചീരയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ നാളികേരം ചിരകി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ചീരയൊന്നും കട്ട് ചെയ്യാതെ ചീര ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ നമ്മൾ ചെടിയൊക്കെ വെക്കില്ലേ അതുപോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബോക്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോക്സ് നമുക്ക് കടയിൽ അങ്ങനെ
വാങ്ങാനായിട്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇത് കുട്ടികൾക്ക് ബൂസ്റ്റ് വാങ്ങണ ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിലിൽ ബൂസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 പാക്കറ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു ബോക്സ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങുന്നതാണ്. ഇതൊന്നും അത്ര ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ഇട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. പാലിൽ വെറുതെ ഒന്ന് കളറ് മാറാൻ മുകളിലൊന്ന് തൂവി കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത് 3 കിലോയുടെ കറക്റ്റ് പാകമാണ് ഈ ബോക്സിൽ നിന്ന്. അത് ഇതുവരെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 1 കിലോ 1.5 കിലോ എന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങളാണ് സാധാരണ ഇട്ട് വയ്ക്കാറ്. ഇതിപ്പോൾ നമുക്കറിയാലോ 3 കിലോ 3 കിലോ ആണല്ലോ നമ്മളിതൊക്കെ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ എൻ്റെ പുട്ടിനുള്ള പുഴുക്കലരി പൊടിച്ച തരിയായിട്ടുള്ള പൊടി വറുത്തത്, ഒന്നിൽ സാധാരണ അരിപ്പൊടി വറുത്തത്, പിന്നൊന്നിൽ 3 കിലോ ഗോതമ്പ് പൊടി, ശുദ്ധമായ ഗോതമ്പ് പൊടി അല്ലേ. ഇതൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുറച്ചൊക്കെ നമുക്ക് മായമില്ലാതൊക്കെ കഴിക്കാമല്ലോ. ഇനി മല്ലി മുളകൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അത്ര വെയിലിന് വിശ്വാസമില്ലാത്തത് കാരണം ഞാൻ മല്ലിയൊന്നും കഴുകി വെയിലത്തിട്ടില്ല. ഇനി അടുത്ത ദിവസം അതൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത. മല്ലി മുളകൊക്കെ ഒന്ന് പൊടിപ്പിച്ച് വെച്ചാൽ പിന്നെ പൊടികളുടെ കാര്യമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇവിടെ പേപ്പറിൽ ഇട്ടിരുന്നതും അതൊന്നും മാറ്റിയതല്ലേ. ഇത് കണ്ടാൽ അറിയാമല്ലേ, ചുമരിലൊക്കെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ തൂളിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ സൈഡിലെ ടൈലും ഒക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്താൽ, അല്ലെങ്കിൽ അതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പണിയും അധികം ചെയ്യണ്ടാത്ത കിച്ചണിൽ ഇത്ര ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെയാവുമെന്ന് വിചാരിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ നോക്കിയാൽ തന്നെ നമുക്ക് പണി ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെസ്റ്റോന്ന് നല്ല കറുത്ത മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അത് തലേ ദിവസം നന്നായി കഴുകി വെള്ളത്തിലിട്ട് രാവിലെ കുടിക്കുന്നത് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണെന്നും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ നല്ലതാണെന്നൊക്കെ ഞാനൊന്ന് കേട്ടു. ഒന്നും ഓർത്തൊന്നും വരില്ല. പക്ഷെ ഓർക്കുന്ന ദിവസം ഇതുപോലെ കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് കുടിക്കാറുണ്ട്. ഒരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് കിടന്നുറങ്ങട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്നറിയാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.